മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തിയുടെ മുട്ട കൊണ്ടുള്ളൊരു തോരനാണ്. മത്തിയുടെ മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇത് 1 കിലോ മത്തിയുടെ മുട്ടയാണ് കേട്ടോ. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള മത്തി ഫ്രൈ ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പം മത്തിയുടെ മുട്ട നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് ചുവന്നുള്ളി വേണം, നല്ലൊരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ കറിവേപ്പില, തേങ്ങ, മുളക്, അതെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കാണിക്കാവേ. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇത് നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത്. കാരണം ഒരുപാട് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഉള്ളി അതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇതൊക്കെ പണ്ടൊക്കെ മത്തിയുടെ ഈ മുട്ടയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, വാഴയിലക്കകത്ത് വെച്ച് പൊള്ളിച്ചെടുക്കാറുണ്ട്. അത് ഭയങ്കര ടേസ്റ്റ് ആകട്ടോ. അത് ഈ വാഴയിലയുടെ ആ ഒരു മണവും അതിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ അങ്ങോട്ട് വരുമ്പോൾ ആ ഇല അങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും. ഭയങ്കര ടേസ്റ്റ് അത് കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുവാണ്. ഇതിപ്പം നമ്മൾ പാനിൽ വെച്ച് അങ്ങ് തോരൻ പോലെ ഉണ്ടാക്കിയെടുക്കുക. ഈ മത്തിയുടെ മുട്ട കൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, മറ്റു പരിഞ്ഞിൽ വെച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. ഇവിടെ എനിക്ക് ഇത് കിട്ടുമ്പോഴെല്ലാം ഞാനിത് ഇതുപോലെ തോരൻ പോലെ വെക്കും. ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, നമ്മൾ മത്തി ഫ്രൈ ചെയ്യത്തില്ലേ, ആ സെയിം മസാല ഇതിനകത്തും കൂടെ ചേർത്തിട്ട് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. അന്നേരം ഒത്തിരി എണ്ണ പിന്നെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ തോരൻ പോലെ വെക്കുന്നത്. ഈ വാഴയിലയിൽ ഈ മുട്ട ഇങ്ങനെ എല്ലാം ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തിട്ട് ആ വാഴയിലയുടെ ആ ഒരു നാരുകൊണ്ട് തന്നെ ഇത് കെട്ടിയിട്ട് കനലിലിട്ട് ഇത് ചുട്ടെടുക്കും. അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പല രീതിയിലൊന്നും ഉണ്ടാക്കും. എല്ലാം അരിഞ്ഞെടുത്ത് ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ഇതിങ്ങി ചേർത്തേക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കണേ. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളകാണ്, അതും ഒരു 1/4 ടീസ്പൂൺ മതി. കാശ്മീരി ചില്ലി പൗഡർ അത് 1/2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ഒരു സ്വല്പം ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവേ. ഇതിനൊരു സ്വല്പം എരിവും കൂടെ ഒക്കെ ഉള്ളത് നല്ല രുചിയാണ്. ഇനി വേണ്ട എന്താണെന്നറിയോ, കുറച്ച് തേങ്ങ ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർക്കാം നമുക്ക്. ഇത് കൈ കൊണ്ട് തന്നെ സോഫ്റ്റായിട്ട്, ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യരുതേ, സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കണം. നമ്മൾ ഈ സ്പൂൺ കൊണ്ടൊക്കെ ചില സാധനങ്ങൾ ഇളക്കുമ്പം അത് ശരിയാകത്തില്ല. സോഫ്റ്റായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഈ ഉപ്പും മുളകും എല്ലാം വരണമേ. അപ്പോൾ ഒത്തിരി പ്രസ് ചെയ്തുകൊണ്ടല്ലോ ഈ മുട്ട എല്ലാം പൊട്ടിപ്പോവും. അതാണ് ഞാൻ സോഫ്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലൊരു പാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത മത്തിയുടെ മുട്ട അങ്ങ് ഇട്ട് കൊടുക്കണേ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വേണം എരിവും ഉപ്പും ഒക്കെ ചേർത്ത്. ഒരു സ്വല്പം വെള്ളം കൂടി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നോക്കണം ഉപ്പുണ്ടോന്ന്. ഉപ്പില്ലെങ്കിൽ നമ്മളത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണേ. തേങ്ങ ഉണ്ടല്ലോ, ഞാൻ 1 സ്പൂണും കൂടി ഇടുകയാണേ. കുറച്ചുകൂടെ തേങ്ങ ആകാം. ഇതുപോലെ നമുക്ക് ഓരോന്നും നമുക്ക് ഇപ്പം എരിവ് നോക്കിയിട്ട് ശരിയായില്ല, കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവും കുറച്ച് കൂട്ടാവുന്നതേ ഉള്ളേ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അധികം നേരം വേണ്ട കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്. നമ്മളിപ്പോൾ ഈ മത്തിയുടെ മുട്ട ഇവിടെ വെച്ചിട്ട് 3 മിനിറ്റ് ആയേ. ഇനി ഒരു 1-2 മിനിറ്റും കൂടെ ഉണ്ടെങ്കിൽ ഇത് റെഡിയാവും. ഒരു 5 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മളിത് ഇവിടെ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ആയേ. തുറന്ന് നോക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഇത് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആകണേ. ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ല് വരുവേ. ആ ഒരു കറിവേപ്പിലയും എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്നിട്ടുള്ള ആ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്ത് നമ്മൾ ചില്ലി പൗഡർ ആണെങ്കിലും കുരുമുളക് പൗഡർ ആണെങ്കിലും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഇതെല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളി ഒരു തോരനായത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യണം എല്ലാവരും. ഈ ഒരു തോരൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇത്. എന്ത് ഫുഡാണെങ്കിലും നമ്മൾ കുറച്ച് സമയം എടുത്ത് ആ ഒരു ചേർക്കേണ്ട ചേരുവകളെല്ലാം കറക്റ്റായിട്ട് ചേർത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇല്ലേ. ധൃതി വെച്ച് നമ്മൾ എന്ത് ചെയ്താലും ശരിയാകത്തില്ല. അതാണ് ഒരു പ്രശ്നം. നമുക്കിപ്പം നല്ല ഒരു ക്ഷീണമുണ്ട്, വയ്യ എന്നൊക്കെയുള്ള ആ സമയത്തുണ്ടല്ലോ, നമ്മൾ എന്ത് കുക്ക് ചെയ്താലും നമുക്ക് അതൊട്ടും
ടേസ്റ്റി ആകത്തില്ല, അത് നമുക്ക് തന്നെ അറിയാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ ഇത് കുക്കായി വരാനേ. ഇപ്പം നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ഒക്കെ ആയി. അതിന്റെ വെള്ളം കംപ്ലീറ്റ്, നമ്മളിതിനകത്ത് അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ ആ ഇരുന്ന പാത്രത്തിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചത്, അതായത് നമ്മൾ മിക്സ് ചെയ്ത പാത്രമില്ലേ, അതിനകത്തൊരു സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചതേ ഉള്ളൂ. അല്ല നമ്മൾ സെപ്പറേറ്റ് വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല, കാരണം അതിനൊക്കെ വേവൊന്നും ഇല്ല ഇതിന്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ. ഇപ്പൊ കണ്ടോ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മത്തി ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇതിനകത്ത് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും നമ്മൾ പേസ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഒരു 1/2 ലെമൺ ആണ്. ഇതിൻ്റെ ആ അരിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇതിനകത്തോട്ട് ഇനി ഒരു സ്വല്പം വെള്ളം കൂടി പോകാതെയും കൂടെ നോക്കിക്കോണേ. കണ്ടോ, ഒരു നാരങ്ങയുടെ ഒരു അരി എന്നിട്ട് ഇതിനകത്ത് വന്നു എന്നുള്ളത്. ഇത് നന്നായിട്ട് കൈ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണേ. ഒത്തിരി അങ്ങ് ഈ അരപ്പ് ഒരുപാടങ്ങ് കട്ടിയായിട്ടിരുന്നാലും ശരിയാകത്തില്ല, ഒത്തിരി ലൂസായാലും ശരിയാകത്തില്ല. ഈ ഒരു പരുവത്തിന് കിട്ടണം കേട്ടോ. ഇതുപോലെ ഒത്തിരി ഡ്രൈ ആയിരുന്നാലും അത് നമുക്ക് മീനിലേക്ക് പുരണ്ടു വരാനേ താമസമാണേ. ഉപ്പൊന്ന് നോക്കിയേക്കണേ. കറിക്കാണെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മത്തി ഇങ്ങനെ വരഞ്ഞു വെച്ചേക്കുന്നത്, ഇത് 1/2 കിലോ മത്തിയാണ് കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 1/2 കിലോ എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പല്ല, ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 1/2 കിലോ മത്തി. നന്നായിട്ട് ഇതങ്ങ് ആ വരഞ്ഞതിനകത്തൊക്കെ കുറച്ച് ഈ അരപ്പ് നന്നായിട്ട് പിടിക്കണേ. തമിഴ്നാട് സൈഡിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ, അവർ കുറച്ചുകൂടെ ലൂസാക്കി ഒരു പിന്നെ അരപ്പിങ്ങനെ തയ്യാറാക്കി വെച്ചേക്കുവേ. എന്നിട്ട് അതിനകത്തോട്ട് അവർ മുക്കി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കാണാം. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് അടുക്കി വെച്ചിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഫ്രൈ ചെയ്യാവുള്ളേ. അന്നേരത്തേന് ആ ഒരു അരപ്പ് എല്ലാം നല്ല പോലെ ഇതിനകത്ത് പിടിച്ചു വരും. അപ്പം അല്ലാതെ നമ്മൾ ഈ ഇത് അരപ്പ് പുരട്ടി അന്നേരം വറുത്താൽ ഉണ്ടല്ലോ, ആ മീനകത്തോട്ട് അതിൻ്റെ ആ ഒരു എരിവും ആ ഒരു നാരങ്ങയുടെ ആ ഒരു ചെറിയ പുളിയുണ്ടല്ലോ, അതെല്ലാം ഇതിനകത്തൊന്ന് പിടിച്ച് കിട്ടണേ. അപ്പം നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചിരുന്നാൽ മതി. ഇതുപോലെ പുരട്ടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. ഇതിനകത്ത് കൂടുതൽ സാധനങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ നമ്മൾ ഫിഷ് ഫ്രൈ കഴിക്കാറുണ്ടല്ലോ അല്ലേ. ഗോവൻ സൈഡിലോട്ടൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ, ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് അവർ റവയ്ക്കകത്ത് ഇങ്ങനെ മുക്കിയിട്ട് പൊരിക്കും. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എപ്പോഴും ഒരേപോലെ ആകുമ്പോഴേ നമ്മൾ മടുത്തു പോകത്തില്ലേ. ഇനി ഒരു 15 മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. അതിലേക്കൊരു കറിവേപ്പില ഇട്ട് കൊടുക്കണേ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മത്തി ഇങ്ങനെ പുരട്ടി വെച്ചാൽ മതി. ഈ കറിവേപ്പില ഇടുന്ന എന്തിനാണെന്നറിയാമോ, അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ആ എണ്ണയ്ക്കകത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ആകണം ഒരു സൈഡ്, എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഫിഷ് ഫ്രൈ എന്നൊക്കെ പറയുമ്പോഴേ. പ്രത്യേകിച്ച് മത്തി ആകുമ്പോഴും അധികം കട്ടിയില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള മാംസമല്ലേ ഉള്ളത്. അപ്പോൾ അത് കാരണം അത് പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേ ആകാവുള്ളൂ, തീരെ അങ്ങ് സിമ്മിലും ആകരുത്, ഹൈ ഫ്ലെയിമും വെച്ച് കൊടുക്കരുത്. ഫിഷ് ഫ്രൈക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ അത് വറുത്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഫിഷ് ഇടാനേ. ഇനി ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പോൾ മീൻ ഇവിടെ വെച്ചിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് ആകാറായേ. ഞാൻ അത് തിരിച്ചിട്ട് കൊടുക്കുകയാണേ. ഒരുപാടങ്ങ് കരിയുന്ന പോലെ ഞാൻ ഫ്രൈ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. ഒരുപാടങ്ങ് ചിലർക്കങ്ങ് ഭയങ്കരമായിട്ട് ഫ്രൈ ആകണം, അന്നേരത്തേന് ആ മീനിൻ്റെ ആ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കത്തില്ലേ. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഇങ്ങനെ കിടന്നാൽ മതി. നമ്മുടെ ഫിഷ് ഇവിടെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതങ്ങ് എടുത്തേക്കാവേ. ഇത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം ആദ്യമേ. മത്തി ഫ്രൈ ഒക്കെ എന്ന് പറഞ്ഞാലല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീനാണ് മത്തി. ഒമേഗയൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫിഷാണ് മത്തി, അയില, ടൂണ. ആ ഒരു കറിവേപ്പില ഇടുമ്പോഴേ ആ എണ്ണയിലോട്ട് അതിൻ്റെ ഫ്ലേവർ അങ്ങ് ഇറങ്ങുവേ. അപ്പോൾ അതിനും ഒരു ടേസ്റ്റ്. ഒരുപാട് വലിയ മത്തിയൊന്നും അല്ല ഇത്, ഒരു മീഡിയം സൈസ്. അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈയും
മത്തിയുടെ മുട്ട കൊണ്ടുള്ള തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല മോര് കാച്ചിയതോ പുളിശ്ശേരി പിന്നെ നല്ലൊരു തോരൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചോറ് കഴിക്കാവേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഗുണമുള്ള ഒരു ഫിഷാണ് ഈ മത്തി കേട്ടോ. മത്തി അയില അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അതൊക്കെ മറ്റുള്ള ഫിഷിനെക്കാട്ടി ഒരുപാട് ടേസ്റ്റിയാണ് ഈ മത്തിയുടെ മുട്ടയ്ക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് കഴിച്ച് നോക്കുക. എല്ലാവരും അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്